السلام عليكم ورحمة الله تعالى وبركاته. بسم الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضاه أما بعد. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ, നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട മാസമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. നാഥൻ നമ്മെ എല്ലാവരെയും ജന്നാത്തിൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം കാണിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദിഹി വന്നാസി അജ്മഈൻ. അതേ, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും നിങ്ങളെ കുട്ടികളെക്കാളും മറ്റു ജനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയമാകുന്നത് വരെ നിങ്ങളിൽ ആരും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ലെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം അവിടത്തേക്ക് സ്നേഹിക്കേണ്ടതുണ്ട്. അതേ, വെറും ഒരു മൗലിദ് കൊണ്ടും ഒരു നബിദിനം ആഘോഷങ്ങൾ കൊണ്ടും മാത്രമായില്ല നമ്മുടെ പ്രണയം. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാം മതിയായി സ്നേഹിക്കേണ്ടതുണ്ട്. അവിടുത്തെ കല്ലുകളും മുള്ളുകളും എല്ലാം തുടങ്ങി ജീവനുള്ള വസ്തുക്കളും ജീവനറ്റ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം കാണിച്ചു വരുന്ന അതേ ചരിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. അതെ, അതുപോലെ തന്നെയാണ് നമുക്ക് മുൻകഴിഞ്ഞ മുൻഗാമികളും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ കഥകളെല്ലാം നാം എല്ലാവരും കേൾക്കുന്നതാണല്ലോ. അതേ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഓ സ്വഹാബാ, എന്റെ താബീങ്ങളിൽ വെച്ചുള്ള സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ആരാണെന്നറിയോ സ്വഹാബാ? അപ്പോൾ സ്വഹാബകൾ അതാ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇല്ല നബിയേ, ഇല്ല. അപ്പോൾ അതാ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു, അതേ, യമനിലെ കറഞ്ഞി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞില്ല, അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമേ, അദ്ദേഹത്തിന് വലിയ ഇജാബത്തുള്ള ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കഴിഞ്ഞില്ല, അദ്ദേഹത്തിന്റെ അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വ്യക്തമാക്കി കൊടുക്കുന്നു. അതേ, അദ്ദേഹത്തിന്റെ ശിരസിൽ ഒരു നാണയത്തിന്റെ വട്ടത്തിൽ ഒരു വെള്ളപ്പാണ്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. അദ്ദേഹം കീറി വസ്ത്രം ധരിച്ചാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശപ്പകറ്റാൻ ഈന്തപ്പഴത്തിന്റെ കുരു മാത്രമാണ്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അതാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ വർഷം അവിടെ അന്വേഷിക്കുന്നു. എല്ലാ ഹജ്ജ് വേളയിലും ആ വ്യക്തിയെ അന്വേഷിക്കുകയാണ്. അല്ലയോ, നിങ്ങളിൽ നിന്ന് യമനിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാവരും പറയും ഇല്ല എന്ന്. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാന വർഷം, അതേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന ഹജ്ജ് വേളയിൽ അവസാനമായി ചോദിക്കുന്നു, അല്ലയോ, നിങ്ങളിൽ നിന്ന് യമനിൽ നിന്ന് വന്ന ആളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കുറച്ച് പേര് എഴുന്നേറ്റ് നിൽക്കുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ നാട്ടിൽ ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ടോ? അപ്പോൾ അവരെല്ലാം പറയുന്നു, അങ്ങനെ ഒരു ഉവൈസിനെ ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പോൾ അതാ കുറച്ചു നേരങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, അതേ, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രമുള്ള ഒരു ഉവൈസ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരു ഈന്തപ്പനക്കുരു ഭക്ഷിച്ച് നടക്കുന്ന ആ ഉവൈസ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതാ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ, ആ ഉവൈസിനെ തന്നെയാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും കൂടി യമനിലെ കറഞ്ഞി എന്ന സ്ഥലത്തേക്ക് ആ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം കണ്ടുമുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ, എന്തുകൊണ്ടാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വരായിരുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വലിയ ഇജാബത്തുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? അപ്പോൾ അതാ അവിടെ നിന്ന് ഉവൈസ് ഖർനി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, ഞാൻ എൻ്റെ ഉമ്മാനെ പരിചരിക്കുന്നതിന് കാരണം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാ അവിടെ നിന്ന് വീണ്ടും ചോദ്യം, അല്ലയോ സ്വഹാബ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുവല്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും പറയുന്നു, അതെ, ഞങ്ങൾ കണ്ടു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പിരികവും ചേർന്നിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതാ അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്. നേരിട്ട് കണ്ട ഞങ്ങൾ പോലും ഈ അടയാളം കണ്ടിട്ടില്ല. ഈ കാണാത്ത ഉവൈസ് വളരെ കൃത്യമായിട്ടതാ എത്ര പെട്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടയാളങ്ങൾ പറയുന്നത്. കഴിഞ്ഞില്ല. വീണ്ടും ഉവൈസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുൻപല്ല് പൊട്ടിച്ചോ സഹാബ എന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് പറയുന്നു, ഇല്ല. അപ്പോൾ അതാ വീണ്ടും ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തുടങ്ങുന്നു, എന്നാൽ ഞാൻ ആ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഏത് മുൻപല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് പൊട്ടിയതെന്ന് അറിയാതെ ഞാനതാ എൻ്റെ മുഴുവൻ പല്ലുകളും ഞാൻ കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരെയധികം കഠിനമായ പ്രണയത്തിന്റെ രഹസ്യമാണ്. അതേ, ഇന്നത്തെ സമൂഹം മറ്റു സിനിമാറ്റിക് താരങ്ങളെയും കായിക താരങ്ങളെയുമാണ് നെഞ്ചിലേറ്റി നടക്കുന്നത്. എന്നാൽ പണ്ടുള്ള സ്വഹാബകളെല്ലാം അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും ജീവിത ശൈലികളും ജീവിതത്തിൽ പകർത്തിയായിരുന്നു ജീവിച്ചിരുന്നത്. ഈ സിനിമാറ്റിക് താരങ്ങളും കായിക താരങ്ങളെ കൊണ്ടും ദുനിയാവിലും ആഖിറത്തിലും യാതൊരു ഉപകാരവുമില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രണയിച്ച് നടക്കുകയാണെങ്കിൽ ദുനിയാവും ആഖിറവും വിജയിച്ച് കഴിഞ്ഞു. നാളെ മഹ്ശറ എന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത്. നാഥൻ നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.